വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. എനിക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നിരിക്കുകയാണ്. ഏകദേശം അടുത്ത നാട്ടിപ്പോക്കിനുള്ള സമയമായി. ഇപ്പോഴും എൻ്റെ ഗാലറിയിൽ ഇഷ്ടംപോലെ നാട്ടിൽ നിന്നെടുത്ത വീഡിയോസ് കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല. ഞാനൊരു ഹോബി പോലെയാണ് ഇത് ചെയ്യുന്നത്, അല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വ്ളോഗിംഗ് ഒന്നുമല്ല. ചുമ്മാ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. സോ എവിടോട്ടാണ് യാത്ര എന്നുള്ളതല്ലേ. ഞങ്ങൾ സിസ്റ്റേഴ്സ് 3 പേരും കൂടെ ഒരു തട്ടുകടയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. വീട്ടിൽ ഒത്തിരി വഴക്കൊക്കെ ഇട്ടുണ്ടാ പോയെ. പെണ്ണുങ്ങൾ തട്ടുകടയിൽ പോകത്തില്ല, രാത്രി സമയത്ത് പോകല്ലേ. വീട്ടിൽ എൻ്റെ ബ്രദറൊക്കെ പോയാലും ഒരു പ്രശ്നമില്ല, ഞങ്ങൾ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ. അപ്പം ഞങ്ങളങ്ങനെ 3 പേരും കൂടെ പോയി തട്ടുകടയിലൊക്കെ ചെന്നു. പുറത്തിരിക്കണമെന്നായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് അകത്തിരുന്നു. അത്യാവശ്യം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തി വീഡിയോ ഒക്കെ എടുത്ത് മമ്മിക്ക് അയച്ചു കൊടുത്തു, ഇവിടെ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങൾ മാത്രമല്ല എന്ന്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്നു. ഞങ്ങൾ അൽഫാം ഓർഡർ ചെയ്തു, നൂഡിൽസ്, ചിക്കൻ ഫ്രൈ, പുട്ട്. വീട്ടിൽ ചെന്ന് എന്തോ കഴിച്ച് പുട്ടും ബീഫും കഴിച്ചത്. പുട്ട് കഴിക്കാനാണോ നീയൊക്കെ രാത്രി പോയെന്ന് എൻ്റെ മമ്മി ചോദിച്ചു. എനിവേ ഫുഡൊക്കെ വന്നു, എല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ബ്രദറുമായിട്ടൊക്കെ അവിടെ പോയിട്ടുണ്ട്, എന്നാലും ഞങ്ങളൊരു ഗേൾസ് നൈറ്റ് ഔട്ടിന് വേണ്ടി പോയത്. അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ കറണ്ടൊക്കെ പോയി കേട്ടോ. എന്നാലും നല്ലതായിരുന്നു. അങ്ങനെ ബില്ലിൻ്റെ സമയം വന്നപ്പം വളരെ ഒരു അത്ഭുതം സംഭവിച്ചു. എൻ്റെ അനിയത്തിയാണ് ബില്ല് പേ ചെയ്തത്. ഇവിടെ ചെന്നാൽ എന്നെ കൊണ്ടാണ് ഇവളുമാർ പേ ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇന്നെന്തോ പറ്റി, അവൾ ചെയ്തു. ഞാൻ ആ മുഹൂർത്തം വീഡിയോ എടുത്ത് വെച്ചു. ഇതൊക്കെ പറഞ്ഞാലും ഇവിടെ നിന്ന് വയറ് നിറച്ച് ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വണ്ടി എടുത്ത് പോകാൻ ഞങ്ങൾ ബൈക്കിനാണ് വന്നത്. തുടക്കത്തിലെ വീഡിയോയിൽ കണ്ടല്ലോ, ഞങ്ങൾ 2 ബൈക്കിലായിട്ടാണ് ഞങ്ങൾ വന്നത്, ആക്റ്റീവയിൽ. എല്ലാം കഴിഞ്ഞപ്പം അവിടെ നിന്ന് അടുത്ത ഡിസ്കഷൻ, നമുക്കിനി എവിടെ പോകാമെന്നുള്ളത്. എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ പറഞ്ഞു അവിടെ ഒരു പുതിയ ബേക്കറി തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. സോ ഞങ്ങൾ ബൈക്കൊക്കെ എടുത്ത് പുതിയ ബേക്കറിയിലോട്ട് പോവുക. അവിടെയും ഷവായി ചിക്കനും അതും ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഫ്രഷ് ജ്യൂസ് കുടിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ എടുത്തു പോയി. അവിടെ ചെന്ന് പുതിയൊരു ബേക്കറിയാണ്, ഗ്രാൻഡ് ബേക്കറി എന്നും പറഞ്ഞ് കലിശ്ശേരി തുടങ്ങിയത്. അതിൻ്റെ ബ്രാഞ്ച് റാന്നിയിലൊക്കെ ഉണ്ട്, പക്ഷേ കലിശ്ശേരി ആദ്യമായിട്ട്. അപ്പം അവിടെ ചെന്നു. വളരെ പ്രതീക്ഷയോടൊക്കെയാണ് ചെന്നത്. പക്ഷേ അമ്പാട് ആലപ്പുഴയ്ക്ക് പോയ അവസ്ഥയായിപ്പോയി ഞങ്ങളുടെ അവസ്ഥ. അവിടെ ചെന്നപ്പോൾ അവർ പറയാം ഞങ്ങൾ ക്ലോസ് ചെയ്തു, ഇനി ഫ്രഷ് ജ്യൂസ് ഒന്നും ഇല്ലെന്ന്. വലിയ പ്രതീക്ഷയോടെ എല്ലാവരും പോവുക. സോ അവിടെ ചെന്ന് ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വന്നതല്ലേ, ഞങ്ങളങ്ങനെ വെറും കൈയോട് പോകാൻ ഉദ്ദേശിച്ചില്ല. ഞങ്ങളൊരു ഐസ്ക്രീം എടുത്തു, അനിയത്തി ഒരു കുൾഫി എടുത്തു, രച്ചു ഒരു ടെൻഡർ കോക്കനട്ട് എടുത്തു, ഞാനൊരു സൺഡേ എടുത്തു. ഇത് സൺഡേ കഴിച്ച ഐസ്ക്രീം അല്ലേ എന്ന് എൻ്റെ അനിയത്തി ചോദിച്ചു. അപ്പം ഞങ്ങൾ അവളെ ട്രോൾ ചെയ്യുക, സൺഡേ ഒന്ന് ഐസ്ക്രീമിൻ്റെ പേരല്ലേ, സൺഡേ കഴിച്ചതായോണ്ടല്ലെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തു. ഇനി എന്നാ ഇതുപോലെ പറ്റുന്നതെന്ന് അറിയത്തില്ലല്ലോ എന്നോർത്തൊരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് യാത്രയായി. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.